ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഡിസംബർ 9, 2024 നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റാണ്. നമുക്കറിയാം, ആഡലേഡ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടു. ഈ ടെസ്റ്റിൽ ഇന്ത്യയുടെ ഒരു ബാറ്റ്സ്മാനും തിളങ്ങാൻ പറ്റിയില്ല. അതേസമയം ഓസ്ട്രേലിയയുടെ ട്രാവിസ് ഹെഡിന് സെഞ്ചുറി നേടാനും പറ്റി. നമ്മുടെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് മുഹമ്മദ് ഷാമിയെ ഉൾപ്പെടുത്തണോ വേണ്ടേ എന്നുള്ള ഒരു ചർച്ച കുറേ ആഴ്ചകളായി നടന്നു വരികയാണ്. പക്ഷേ ആദ്യമൊക്കെ BCCI പറഞ്ഞിരുന്നു രഞ്ജി ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയാൽ ടീമിലെടുക്കും. അത് കഴിഞ്ഞ് പറഞ്ഞു മുഷ്താഖ് അലി ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയാൽ ഓസ്ട്രേലിയൻ ടീമിൽ ഉൾപ്പെടുത്തും. പക്ഷേ ഇതുവരെ ഉൾപ്പെടുത്തി കണ്ടില്ല. നമുക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ ഇന്നൊരു വാർത്ത കണ്ടിരുന്നു, ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് പറഞ്ഞത് പൂർണ്ണമായി ഫിറ്റാകുന്നവരെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തരുത് എന്ന്. അപ്പോൾ ഏതായാലും ഇന്ന് നടന്ന സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയുടെ ക്വാർട്ടർ ഫൈനലിന് വേണ്ടിയുള്ള പ്ലേ ഓഫ് മത്സരങ്ങൾ ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മത്സരം പശ്ചിമ ബംഗാളും ചണ്ഡീഗഡും തമ്മിലായിരുന്നു. ഈ മത്സരത്തിൽ പശ്ചിമ ബംഗാൾ വിജയിച്ചു. ബംഗാളിന് വേണ്ടി മുഹമ്മദ് ഷാമി മികച്ച പ്രകടനം ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നടത്തി. 32 റൺസ് എടുത്ത് പുറത്താകാതെ നിൽക്കുകയും പിന്നെ ബോൾ ചെയ്തപ്പോൾ 24 റൺസിന് ഒരു വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൻ്റെയും ബോളിങ്ങിൻ്റെയും കാര്യത്തിലാണ് ബംഗാൾ ഇന്ന് ജയിച്ച് ക്വാർട്ടർ ഫൈനലിലെത്തിയത്. മറ്റൊരു മത്സരത്തിൽ ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശിനെ പരാജയപ്പെടുത്തി. നമുക്കറിയാം, കേരളം ഉൾപ്പെട്ട ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായിരുന്നു ആന്ധ്രാപ്രദേശ്. കേരളം ആന്ധ്രാപ്രദേശിനോടും മഹാരാഷ്ട്രയോടാണ് പരാജയപ്പെട്ടത്. ആന്ധ്രാപ്രദേശിനോടുള്ള തോൽവിയാണ് കേരളത്തെ പുറത്താക്കിയത്. ഈ ഗ്രൂപ്പിൽ 1ാം സ്ഥാനം മുംബൈക്കായിരുന്നു. മുംബൈ നേരിട്ട് ക്വാർട്ടർ ഫൈനലിലെത്തി. 2ാം സ്ഥാനം നേടിയ ആന്ധ്രാപ്രദേശ് പ്ലേ ഓഫിനുള്ള യോഗ്യത നേടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് നടന്ന മത്സരത്തിൽ ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശിനോട് പരാജയപ്പെട്ടു, പുറത്താവുകയാണ് ചെയ്തത്. ഉത്തർപ്രദേശിന് വേണ്ടി ഇന്ത്യൻ താരങ്ങളായ റിങ്കു സിംഗും ഭുവനേശ്വർ കുമാറും മികച്ച പ്രകടനം നടത്തി. അങ്ങനെ ഉത്തർപ്രദേശ് ക്വാർട്ടർ ഫൈനലിൽ എത്തുകയും ചെയ്തു. ഇത്രയൊക്കെയാണ് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ പലരും പല മാധ്യമങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ടീം ഇങ്ങനെ വീണ്ടും വീണ്ടും പരാജയപ്പെടുന്നതെന്നാണ്. നമ്മുടെ ബാറ്റ്സ്മാൻമാരും മികച്ച പ്രകടനം നടത്തുന്നില്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ ഉത്തരം. നമുക്കറിയാം, ഈ WTC ഇപ്പോൾ നമുക്കറിയാം ഫൈനലിലേക്ക് പ്രവേശിക്കാനുള്ള റാങ്കിങ് പോയിൻറ്റുകളിൽ 1ാം സ്ഥാനത്ത് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയാണ്, 2ാം സ്ഥാനത്ത് ഓസ്ട്രേലിയയാണ്, 3ാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത്. അപ്പോൾ എങ്ങനെ ഇന്ത്യ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാറ്റ്സ്മാൻമാരും ഈ സീസണിൽ മികച്ച പ്രകടനം നടത്തിയിട്ടില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ ഉത്തരം. നമുക്കറിയാം, SSC ജയ്സ്വാൾ മാത്രമാണ് കഴിഞ്ഞ 15 ടെസ്റ്റുകളിൽ നിന്ന് 1592 റൺസ്, 16 ടെസ്റ്റുകളിൽ നിന്ന് 1592 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. വേറെ ആരും 1000 റൺസൊന്നും തികച്ചിട്ടില്ല ഈ 2 വർഷത്തെ ടെസ്റ്റ് പരമ്പരകൾക്കിടയിൽ. ശുഭ്മാൻ ഗിൽ 14 ടെസ്റ്റുകളിൽ നിന്ന് 938 റൺസാണ് എടുത്തിട്ടുള്ളത്. രോഹിത് ശർമ്മ 15 ടെസ്റ്റ് കളിച്ചു, 842 റൺസാണ് എടുത്തത്. വിരാട് കോഹ്ലി 11 ടെസ്റ്റാണ് കളിച്ചത്, 684 റൺസാണ് എടുത്തത്. ഇവരൊക്കെ സാധാരണ ഒരു ആവറേജിൽ കുറവാണ്. ഇവരൊക്കെ SSC ജയ്സ്വാൾ ഒഴികെയുള്ള മറ്റു ബാറ്റ്സ്മാരൊക്കെ. ഇത് തന്നെയാണ് ഇന്ത്യയുടെ എന്തുകൊണ്ട് ഇന്ത്യ WTC ഫൈനലിൽ എത്തുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ഇതൊക്കെ തന്നെ ആയിരിക്കും. കാരണം ബൗളർമാരൊക്കെ ഒരു മികച്ച പ്രകടനം നമുക്ക് വേണ്ടി നടത്തുന്നുണ്ട്. അത് ജസ്പ്രീത് ബുംറ ആയാലും അശ്വിനായാലും ഇപ്പോൾ വാഷിങ്ടൺ സുന്ദറൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 2 കഴിഞ്ഞ ടെസ്റ്റിൻ്റെ കാര്യം എടുത്താൽ തന്നെ നമുക്കറിയാം, SSC ജയ്സ്വാളിന് ഒരു സെഞ്ചുറി ഉണ്ട്, അതേപോലെ വിരാട് കോഹ്ലിക്ക് ഒരു സെഞ്ചുറി ഉണ്ട്. മറ്റ് ഇന്നിങ്സുകളിലൊക്കെ അവർ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ 4 ഇന്നിങ്സിലും ഒരേപോലെ പ്രകടനം നടത്തിയ ആൾ
ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡി മാത്രമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീമിലെ സ്ഥാനം അത്ര ഉറപ്പൊന്നുമല്ല. ഇത്രയൊക്കെയാണ് നമ്മളെ ക്രിക്കറ്റ് അപ്ഡേറ്റായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റായിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.